കൃഷ്ണഗാഥ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഗോപാലൻ സുനന്ദയെ വിളിച്ച് കൃഷ്ണ അവിടെ എത്തിയെന്ന് ചോദിക്കുക. അന്നേരം സുനന്ദ ചോദിക്കണേ, അതെന്താ ഗോപാലേട്ടൻ അങ്ങനെ ചോദിച്ചത്? നിങ്ങൾ രണ്ടാളും ഒന്നിച്ചല്ലേ ഇവിടെ നിന്ന് പോയത്? അന്നേരം ഗോപാലൻ പറയണേ, അത് ശരിയാ, പക്ഷേ കൃഷ്ണ ലോട്ടറി ടിക്കറ്റ് വിൽക്കാനായിട്ട് കുറച്ച് ദൂരത്തേക്ക് പോയി. ഞാനാണെങ്കിൽ അവൾ ചോദിച്ചപ്പോൾ സമ്മതിക്കുകയും ചെയ്തു. പക്ഷേ ഈ നേരമായിട്ടും അവൾ ഇതുവരെ തിരികെ എത്തിയിട്ടില്ല. അയ്യോ, എന്താ ഗോപാലേട്ടൻ നിങ്ങൾ കാണിച്ചത്? നിങ്ങൾ എന്തിനാ കൃഷ്ണയെ ഒറ്റയ്ക്ക് വിട്ടത്? എടി, അത് പിന്നെ ഇനി ഇവിടെ നിന്ന് കളരിക്കൽ ആരെങ്കിലും അവളെ കാണണ്ടല്ലോ എന്ന് വിചാരിച്ചു. അതാ അവൾ ചോദിച്ചപ്പോൾ ഞാൻ സമ്മതിച്ചത്. എന്താണെങ്കിലും നീ ഈ കാര്യം ഒച്ച വെച്ച് ബഹളം വെച്ച് തങ്കത്തിനൊന്നും അറിയിക്കാൻ നിൽക്കണ്ട. ഞാൻ എന്താണെങ്കിലും കൃഷ്ണമോളെ ഇവിടെ തിരക്കട്ടെ. കൃഷ്ണമോളെ കൊണ്ട് ഞാൻ അങ്ങോട്ടേക്ക് തിരിച്ചു വരുള്ളൂ. ഗോപാലേട്ടാ, എത്ര വേഗം നിങ്ങൾ അവളെ കണ്ടുപിടിക്കണേ. തങ്കേച്ചി ഇപ്പോൾ ചോദിക്കും കൃഷ്ണയെ കണ്ടില്ലല്ലോ എന്നും പറഞ്ഞു. ഈശ്വര, ഞാൻ എന്ത് മറുപടി പറയാനാ? അന്നേരം ഗോപാലൻ പറയണേ, സുനന്ദേ, നീ എന്താണെങ്കിലും ഈ ടെൻഷൻ വെച്ച് തങ്കത്തിന് മുമ്പിലൊന്നും പോയി നിൽക്കാൻ. പിന്നെ എന്തെങ്കിലും തങ്കത്തിന് സംശയം തോന്നിയാൽ ആകെ പ്രശ്നമാകും. തങ്ക ആവശ്യമില്ലാതെ ഓരോന്ന് ആലോചിച്ച് ടെൻഷൻ അടിക്കും. അതുകൊണ്ട് നീ സമാധാനത്തോടിരിക്കുക. ഞാൻ കൃഷ്ണയെ കണ്ടു കിട്ടിയാൽ ഉടനെ തന്നെ നിന്നെ വിളിച്ചറിയിച്ചോളാം. അങ്ങനെ പറഞ്ഞ് ഗോപാലൻ ഫോൺ കട്ട് ചെയ്ത് അവിടെയെല്ലാം കൃഷ്ണയെ തിരക്ക് നടക്കുവാണ്. വഴിയിൽ കാണുന്ന പലരോടും കൃഷ്ണയെ കണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവിടെയെല്ലാം ഓടി അലഞ്ഞു തിരിഞ്ഞ് നടക്കുവാണ് ഗോപാലൻ. പിന്നീട് കാണിക്കുന്നത് കളരിക്കലാണ്. മുത്തശ്ശിയോടെ ഓരോ കാര്യങ്ങളൊക്കെ ആലോചിച്ചിരിക്കുകയാണ്. ഈ സമയത്തായിരിക്കും സുമിത്ര അങ്ങോട്ടേക്ക് വരുന്നത്. അമ്മേ, ഗാതമോളെ കണ്ടോ? ഇല്ലല്ലോ, ഞാൻ റൂമിലൊക്കെ ചെന്ന് നോക്കി, കുട്ടിയെ കാണുന്നില്ല. ഗാതമോൾ എവിടെ പോകാനാ? ഇവിടെ തന്നെ എവിടെയെങ്കിലും ഉണ്ടാകും. അങ്ങനെ അവർ രണ്ടാളും കൂടി അവളുടെ ഗാഥയെ അന്വേഷിച്ച് നടക്കുക. ഈ സമയം ഗാഥയാണെങ്കിൽ വീടിൻ്റെ ഒരു മൂലക്ക് പോയി ഭയന്ന് നിൽക്കുകയാണ് കേട്ടോ. അന്നേരം സുമിത്ര മുത്തശ്ശി അവിടെ എത്തുക. ഗാതമോളെ, മോളെന്താ ഇവിടെ ഇങ്ങനെ വന്നിരിക്കുന്നത്? അന്നേരം ഗാഥ പേടിച്ചുകൊണ്ട് പറയണേ, അത് പിന്നെ സന്ധ്യ ആയപ്പോൾ മുതൽ എന്തോ ഒരു ഭയം പോലെ. ഇന്നലെ വന്ന ആ നാഗം ഇവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിലോ? എനിക്ക് പേടിയാവുന്നമ്മേ. ഇവിടുത്തെ നാഗശാപം എന്തോ തീരാത്തത്. അന്നേരം മുത്തശ്ശി പറയണേ, ഗതമോളെ, നാഗശാപം തീർന്നു എന്ന് സിദ്ധൻ ഉറപ്പിച്ച് പറഞ്ഞു. സിദ്ധൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിന് ഒരു മാറ്റം ഉണ്ടാകില്ല. പിന്നെന്താ ഇങ്ങനെ ഉള്ള ഓരോ അനിഷ്ടങ്ങൾ വീണ്ടും വീണ്ടും വരുന്നത്? എന്തുകൊണ്ടാണ് ഇവിടെ നാഗത്തെ കാണുന്നത്? അന്നേരം മുത്തശ്ശി പറയണേ, അത് പിന്നെ മോളെ, മറ്റെന്തോ ചില പ്രശ്നങ്ങളും കൂടി നമ്മുടെ കുടുംബത്തെ ചുറ്റിപ്പറ്റി നിൽക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ അനിഷ്ട സംഭവങ്ങൾ കാണുന്നത്. മോളുടെ ഭക്തിയും പ്രാർത്ഥനയും കൊണ്ട് മാത്രമേ അതിനെല്ലാം അതിജീവിച്ച് മുമ്പോട്ട് വരാൻ പറ്റുള്ളൂ. മോള് ചെല്ല്, മോള് നേരെ പൂജാമുറിയിലേക്ക് ചെല്ല്. പൂജാമുറി വിളക്ക് എത്തിച്ച് ഭഗവാനോട് പ്രാർത്ഥിക്കുക. ഭഗവാൻ മോളുടെ മനസ്സിലുള്ള എല്ലാ പേടിയും ഭയവും മാറ്റിത്തരും. ചെല്ലും മോളെ. അങ്ങനെ കാതയെ പൂജാമുറിയിലേക്ക് പറഞ്ഞു വിടുവാണ് കേട്ടോ മുത്തശ്ശി സുമിത്രയും ചേർന്ന്. ഈ സമയം കാതയാണെങ്കിൽ ഒട്ടും താല്പര്യമില്ലാതെ പൂജാമുറി വന്ന് നിൽക്കുകയാണ്. എന്നിട്ട് വിളക്കെടുത്ത് പൂജാമുറി വെച്ചിരിക്കുന്ന ആ ദീപം ഉണ്ടല്ലോ, അത് കത്തിക്കാൻ തുടങ്ങുമായിരിക്കും. അത് കത്തിച്ച് പെട്ടെന്ന് തിരിയുന്നതും ഗാഥ നിലത്തൊരു പാമ്പിനെ കാണുവാണ്. ആ പാമ്പ് ഗാഥയെ കൊത്താൻ വരുന്നതായി കണ്ട് ഗാഥ അല്ലറി വിളിക്കുക, അമ്മേ ഓടി വന്നേ, അയ്യോ പാമ്പ് എന്നെ ഇപ്പോൾ കൊല്ലും എന്നും പറഞ്ഞ് അലറിക്കറിയുവാണ്ടോ ഗാഥ. ഈ സമയം ഗാഥയുടെ ബഹളമൊക്കെ കേട്ട് മുത്തശ്ശി സുമിത്ര അങ്ങോട്ടേക്ക് ഓടി വരിക. എന്താ മോളെ, എന്താ പറ്റിയത്? അമ്മേ, നേര് പാമ്പ്, ആ പാമ്പ് എന്നെ ഇപ്പോൾ കൊല്ലും, അതിൻ്റെ കാലിൽ കുത്തി. ഇവിടെ പാമ്പൊന്നുമില്ലല്ലോ എന്ന് മുത്തശ്ശി പറയുവാണ്. ഇല്ല, ഇവിടെ ഉണ്ട് പാമ്പ്. അന്നേരം നിലത്ത് കിടക്കുന്ന ഒരു പൂമാല എടുത്തിട്ട് മുത്തശ്ശി പറയണേ, സുമിത്ര, ഇത് കണ്ടോ? മോൾ ഈ പൂമാല കണ്ടിട്ടാണ് പാമ്പാണെന്ന് പറഞ്ഞത്. എൻ്റെ മോളെ, അത് പാമ്പൊന്നുമല്ല, അതൊരു പൂമാലയാ എന്ന് സുമിത്രൻ പറയുവാണ്. അന്നേരം ഗാഥ പറയണേ, ഇല്ലമ്മേ, പാമ്പെൻ്റെ കാലിൽ കൊത്തിയതാ, എനിക്ക് വേദനയുണ്ട്, എവിടെ നോക്കട്ടെ എന്നും പറഞ്ഞ് സുമിത്ര ഗാഥയും കൂട്ടി ഹോളിലേക്ക് പോകുവാണ്. ഈ സമയം മുത്തശ്ശി ഭഗവാന്റെ മുമ്പിൽ സങ്കടത്തോടെ പറയണേ, ഭഗവാനെ, എന്താ ഇതൊക്കെ? എൻ്റെ കൃഷ്ണമോൾക്ക് എന്താ പറ്റിയത്? അവളുടെ മനസ്സിൽ എന്താ ഇത്രക്കൊക്കെ ഭയം? എൻ്റെ കുഞ്ഞിൻ്റെ മനസ്സിൽ നിന്ന് ആവശ്യമില്ലാത്ത ഭയമെല്ലാം മാറ്റി അവളെ ഞങ്ങളുടെ പഴയ കൃഷ്ണയാക്കി തിരികെ തന്നെ എന്നൊക്കെ പറഞ്ഞ് ഭഗവാന് മുമ്പിൽ പ്രാർത്ഥിച്ചിട്ട് മുത്തശ്ശിയും അവിടെ ഗാഥയുടെ അടുത്തേക്ക് വരുവാണ്. അന്നേരം സുമിത്രയാണെങ്കിൽ ഗാഥയുടെ കാലിലേക്ക് നോക്കിയിട്ട് പറയണേ, എവിടെ മോളെ, ഒരു പാടുമില്ലല്ലോ, ഞാൻ പറഞ്ഞില്ലേ മോൾക്കത് തോന്നിയതാണ്, ഇവിടെ ഇപ്പോൾ പാമ്പൊന്നുമില്ല. എന്നാലും കണ്ടില്ലേ അമ്മേ ഗാഥ മോളുടെ പെരുമാറ്റം? അന്ന് ആ സർപ്പക്കളത്തിൽ നാഗബലി നടന്ന സമയത്ത് ഉഗ്രനാഗത്തെ കണ്ടപ്പോൾ നമ്മളെല്ലാവരും ഭയന്ന് കണ്ണുകുത്തിയല്ലേ നിന്നത്. അന്നേരം ഗാതമോൾ എന്താ ചെയ്തത്? കണ്ണിൽ ഒരു തരി ഭയം പോലും ഇല്ലാതെ ആ നാഗത്തിന് നേരിട്ടില്ലേ? പ്രാർത്ഥനയിലൂടെ ആ നാഗത്തിൻ്റെ അനുഗ്രഹം വാങ്ങിച്ചില്ലേ? അങ്ങനെയുള്ള ഗാതമോളാണോ ഇപ്പം നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്? സമയം മുത്തശ്വരാണ്, ഗാതമോളെ, മോളൊന്നും കൊണ്ടും പേടിക്കേണ്ട. ചില പരീക്ഷണങ്ങൾ മോൾക്ക് നേരിടേണ്ടി വരും. ഭഗവാന്മാർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്തരെയല്ലേ കൂടുതൽ പരീക്ഷിക്കുന്നത്. അങ്ങനെയുള്ള ചില പരീക്ഷണങ്ങളായിട്ട് ഇതിനെ കണ്ടാൽ മതി മോള്. സുമിത്രേ, ഞാൻ എന്താണെങ്കിലും പൂജാമുറിയിലുണ്ടാവും, നീയുടെ മോളുടെ കൂടെ തന്നെ ഇരിക്കുക. അങ്ങനെ പറഞ്ഞ് മുത്തശ്ശി അവിടെ നിന്ന് എണീറ്റ് പോകുവാണ്. ഈ സമയം സുമിത്ര ഗാഥയോട് പറയണേ, മോളെ, പൂജ കഴിയുന്നതിന് മുമ്പ് വരെയുള്ള ഗാഥമോള് ഞങ്ങൾക്കെല്ലാവർക്കും എത്ര പ്രിയപ്പെട്ടവളായിരുന്നു എന്നോ. എല്ലാവരുടെയും മനസ്സ് കീഴടക്കിയ മോളുടെ ആ ഒരു സ്വഭാവം മോള് തിരികെ കൊണ്ടുവരണം. മോളുടെ ചൈതന്യം, അതാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും കാണേണ്ടത്. മോളെ, നിന്നെ ഞങ്ങൾക്ക് ഒരു നിമിഷം പോലും കാണാതിരിക്കാൻ പറ്റില്ല. അത്രയ്ക്ക് നീ ഞങ്ങളുടെ മനസ്സ് കീഴടക്കി കളഞ്ഞില്ലേ?
ആ പഴയ ഗാഥയാണ് ഞങ്ങൾക്ക് കാണേണ്ടത്. ആ ഗാഥയിലേക്ക് തിരിച്ചു പോയി കഴിഞ്ഞാൽ നിന്റെ മോളുടെ എല്ലാ പേടിയും ടെൻഷനും ഭയവും ഒക്കെ മാറും കേട്ടോ. അങ്ങനെ പറഞ്ഞ് ഗാഥയെ ചേർത്ത് പിടിക്കുവാണ്ടോ സുമിത്ര. ഈ സമയം ഗാഥ മനസ്സിൽ പറയണേ, ഓ ഭക്തിയുടെ വിശ്വാസത്തിൻ്റെ പേരിൽ എല്ലാവരുടെ മനസ്സ് കീഴടക്കി വെച്ചിരിക്കുക കൃഷ്ണ. എല്ലാവരുടെ മനസ്സിലുള്ളത് അവളാ, ആ കൃഷ്ണയാണ്. അവളുടെ ഭക്തിയാ എല്ലാ കുഴപ്പങ്ങൾക്കും കാരണം. അങ്ങനെ പറഞ്ഞ് ദേഷ്യത്തിൽ നിൽക്കുവാണ്ടോ ഗാഥ. പിന്നീട് കാണിക്കുന്നത് ഗോപാലൻ അവിടെയെല്ലാം അലഞ്ഞലഞ്ഞ് ഒരമ്പലത്തിൻ്റെ അരികിലെത്തുവാണ്. അവിടെ എത്തുമ്പോഴായിരിക്കും ഗോപാലൻ അവിടെ ആൽത്തറയിലിരിക്കുന്ന കൃഷ്ണയെ കാണുന്നത്. അങ്ങനെ കൃഷ്ണയാണ് അവിടെ ഇരിക്കുന്നതെന്ന് തിരിച്ചറിയുന്നതും ഗോപാലിൻ്റെ സമാധാനമാകുവാണ്. ഗോപാലൻ അങ്ങനെ നേരെ കൃഷ്ണയുടെ അരികിലേക്ക് എത്തുക. മോളെ മോളെ മോൾ ഇവിടെയൊന്നും അല്ലേ? മോളിത് എവിടെയായിരുന്നു? എത്ര നേരം ഗോപാലൻ മോളുടെ ഫോണിലേക്ക് വിളിച്ചെന്നറിയോ? മോളെ കാണാതെ മാമൻ എത്ര സങ്കടപ്പെട്ടു എന്നറിയോ? അന്നേരം കൃഷ്ണ പെട്ടെന്ന് ഗോപാലനെ നോക്കിയിട്ട് പറയണേ, ഗോപാലമാമ സോറി, എൻ്റെ കയ്യിലുണ്ടായിരുന്ന ടിക്കറ്റൊന്നും വിറ്റ് തീർക്കാൻ എന്നെക്കൊണ്ട് കഴിഞ്ഞില്ല. കുറച്ചൊക്കെ വിറ്റു, പക്ഷെ ഇത്രയും ബാക്കിയുണ്ട്. അന്നേരം ഗോപാലൻ പറഞ്ഞേ, അതൊന്നും സാരമില്ല, അതോർത്തിട്ടാണ് മോൾ ഇവിടെ വന്നിരുന്നത്. എന്തു പറ്റി? എന്താ മോളുടെ മുഖത്തൊരു വിഷമമുള്ള പോലെ? എന്താ കളരിക്കൽ ആരെങ്കിലും കണ്ടോ? മോളിന്ന് നവീനെ കണ്ടോ? ഗോപാലൻ്റെ ആ ചോദ്യം കേൾക്കുന്നതും കൃഷ്ണ ഒന്ന് ഞെട്ടുവാണ്. അത് ഗോപാലമാമയ്ക്ക് എങ്ങനെ മനസ്സിലായി ഞാൻ നവീനെ കണ്ടു എന്ന്? ഞാൻ എൻ്റെ മനസ്സിലുള്ളൊരു കണക്കൂട്ടിൽ വെച്ച് ചുമ്മാ ഒന്ന് പറഞ്ഞു നോക്കിയതാണ്. അല്ലാതെ പിന്നെ മോൾ എന്തിനാ ഇങ്ങനെ വന്നു ഇവിടെ ഒറ്റയ്ക്ക് തനിച്ച് വിഷമിച്ചിരിക്കുന്നത്? അല്ലായിരുന്നെങ്കിൽ മോൾ ടിക്കറ്റെല്ലാം വിറ്റു തീർത്ത് വൈകുന്നേരത്തിന് മുമ്പ് തന്നെ എൻ്റെ അരികിലേക്ക് വരില്ലായിരുന്നോ? മോൾ എവിടെ വെച്ചാൽ നവീനെ കണ്ടത്? ഇവിടെ അടുത്ത് ഒരു കടയിൽ വെച്ചാൽ മാണിക്കുഞ്ഞുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ അവരുടെ മുമ്പിൽ ഞാൻ പെട്ടുപോയാന്. പിന്നെ അങ്ങനെയൊക്കെ അവരുടെ മുമ്പിൽ നിന്ന് വിളിച്ചു. അങ്ങനെ അവർ കാണാതെ രക്ഷപ്പെട്ടതാണ്. മാണിക്കുഞ്ഞായിരുന്നു കടയിൽ നിന്നിരുന്നത്. നവീൻ കാറിലിരിക്കുമായിരുന്നു. ആ സമയം ദൂരെ നിന്ന് കാറിലിരിക്കുന്ന നവീനെ കണ്ടപ്പോൾ തന്നെ ഒന്ന് ശരിക്കും കാണാൻ പറ്റിയിരുന്നെങ്കിലെന്ന് ഞാൻ ആഗ്രഹിച്ചതാണ്. അന്നേരം പെട്ടെന്ന് നവീൻ കാറിൻ്റെ പുറത്തേക്ക് ഇറങ്ങി വന്നു. നവീനെ ഞാൻ ശരിക്കും കണ്ടു. നവീൻ മോളെ കണ്ടോ? ഇല്ല, ഞാൻ അവർ കാണാതെ മറങ്ങാൻ നിന്നത്. പക്ഷേ നവീനും മാണിക്കുഞ്ഞും അവിടെ നിന്ന് തിരിച്ചു പോയപ്പോൾ എന്തോ എൻ്റെ മനസ്സിൽ നിന്ന് ഒരു ഭാഗം തന്നെ വേർപിരിഞ്ഞ് പോകുന്ന പോലെ തോന്നുക. നവീനെ എനിക്ക് അത്രയധികം ഇഷ്ടമാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. ചില നേരം അടക്കി വെക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും എൻ്റെ മനസ്സിനെന്ത് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റുന്നില്ല ഗോപാലമാമ. അന്നേരം ഗോപാലൻ പറയണേ, മോളെ ഈ മാമനെ മറ്റെന്ത് ചെയ്യാൻ പറ്റും? ധൈര്യത്തോടെ എല്ലാ കാര്യങ്ങളും എല്ലാവരോടും വെട്ടിത്തുറന്ന് പറഞ്ഞാലോ എന്ന് വിചാരിച്ചതാ. എന്നാൽ നീ സമ്മതിക്കില്ലല്ലോ. അതൊന്നും വേണ്ട ഗോപാലമാമ, എനിക്ക് അർഹതയില്ലാത്തതാ ആ സ്ഥാനം. പക്ഷെ ചില നേരം അതെൻ്റെ മനസ്സിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ എന്നെക്കൊണ്ട് പറ്റുന്നില്ല, അത്രേ ഉള്ളൂ. അങ്ങനെ പറഞ്ഞ് കൃഷ്ണ സങ്കടപ്പെടുവാണ്. പിന്നീട് കാണിക്കുന്നത് നന്ദനുമായിട്ട് സംസാരിക്കുന്ന മുത്തശ്ശീനെയാണ്. മുത്തശ്ശി നന്ദനോട് പറയണേ, നന്ദ എനിക്കൊരു കാര്യം ഉറപ്പായി, ഇവിടെയുള്ളത് കൃഷ്ണയല്ല ഗാഥ തന്നെയാണ്. അതാണ് അവളുടെ പെരുമാറ്റത്തിലേക്ക് ഇങ്ങനൊരു മാറ്റം. ഭഗവാന്റെ പൂർണ്ണ ഭക്തിയായി നാഗബലിയൊക്കെ ഭംഗിയായി പൂർത്തിയാക്കിയ കൃഷ്ണയ്ക്ക് ഒരിക്കലും ഇതുപോലുള്ള നാഗദർശനങ്ങളോ ഇത്തരം ഭയങ്ങളോ ഒന്നും ഉണ്ടാവില്ല. അന്നേരം നന്ദ പറഞ്ഞേ, അമ്മ എന്തൊക്കെയാണ് പറയുന്നത്? നവീൻ്റെ കൂടെ നിന്ന് നവീനെ ഹോസ്പിറ്റലിൽ പരിചരിച്ചത് കൃഷ്ണയാ. അത് ഞാൻ നേടി കണ്ട് ബോധ്യപ്പെട്ട കാര്യമാണ്. ആ കൃഷ്ണ തന്നെയാണ് ഇപ്പോൾ ഇവിടെയുള്ളത്. അമ്മയ്ക്കിതൊക്കെ അനാവശ്യമായിട്ട് ആലോചിച്ച് ചിന്തിച്ചു കൂട്ടുന്നതുകൊണ്ട് തോന്നുന്നതാണ്. അമ്മേ, ഇത്രയും നാളും അവൾ ഈ പൂജ നടത്തിയത്, ഈ 41 ദിവസത്തെ പൂജ കഴിഞ്ഞാൽ കളരിക്കൽ കുടുംബത്തിലുള്ള എല്ലാ നാഗശാപവും തീരും എന്നുള്ള ഒരു ഉറച്ച വിശ്വാസത്തിലായിരുന്നു. എന്നാൽ സർപ്പബലി കഴിഞ്ഞുണ്ടായ സംഭവങ്ങൾ അമ്മക്കറിയാലോ. നവീൻ്റെ അപകടം, പിന്നീട് കണ്ട പാമ്പ്, അതെല്ലാം കൃഷ്ണമോളുടെ മനസ്സിനെ തളർത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അവളൊന്ന് ഭയന്ന് ഇപ്പം നമ്മുടെ മുമ്പിലുള്ള ഈ അവസ്ഥയിലായിരിക്കുന്നത്. അതൊക്കെ പതിയെ മാറിക്കോളും. ഒന്നുമില്ലെങ്കിലും എല്ലാം ഭഗവാൻ നിശ്ചയിച്ച് കൊണ്ട് നടക്കുന്നുള്ള വിശ്വാസത്തിലല്ലേ നമ്മളിവിടെ വരെ എത്തിയത്. ഇനിയും അത് നമ്മുടെ കുടുംബത്തിൽ അങ്ങനെ തന്നെ ഉണ്ടാകും. അന്നേരം മുത്തശ്ശേരനെ, അതെല്ലാം അങ്ങനെ തന്നെ ആയിക്കോട്ടെ. നവീൻ്റെ കാര്യം ഓർക്കുമ്പോഴാണ് കഷ്ടം. ദൈവത്തിൽ ഒരു തരി പോലും വിശ്വാസമില്ലാതിരുന്നവനാ ഈ പൂജകളും മറ്റും നടക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ തൊട്ട് അതെല്ലാം നിർത്തിവെക്കാൻ പറഞ്ഞ നവീനാണ്. എന്നാൽ കൃഷ്ണമോളുടെ ഭക്തിയും നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഒക്കെ ഉള്ളതുകൊണ്ടാണ് നവീൻ ഇത്രയും നാൾ കാത്തിരുന്നത്. എന്നിട്ടും ഇപ്പോഴും അവൻ ആഗ്രഹിച്ച തരത്തിലൊരു ജീവിതം നയിക്കാൻ പറ്റുന്നില്ലല്ലോ. അവൻ്റെ കാത്തിരിപ്പ് ഇപ്പോഴും തുടരുമല്ലേ. എൻ്റെ നവീൻ എത്രത്തോളം വിഷമിക്കുന്നുണ്ടാവും. അതൊക്കെ ഓർക്കുമ്പോഴാണ് മനസ്സിനൊരു സങ്കടം. അന്നേരം നന്ദൻ പറയണേ, അമ്മ വിഷമിക്കാതെ, എല്ലാം ശരിയാകും. നമ്മുടെ കുടുംബത്തെ ബാധിച്ചിരിക്കുന്ന കാർമേഘമെല്ലാം ഉടനെ നീങ്ങും. അങ്ങനെ പറഞ്ഞ് മുത്തശ്ശി ആശ്വസിപ്പിക്കുവാണ്. പിന്നീട് കാണിക്കുന്നത് കൃഷ്ണക്ക് കുടിക്കാനായിട്ട് ഒരു കരിക്കൊക്കെ ആയിട്ട് വരുവാട്ടോ ഗോപാലൻ. അന്നേരം ഗോപാലൻ പറഞ്ഞേ, കുറച്ച് ദൂരം നടക്കേണ്ടി വന്നു, എന്നാലും കരിക്ക് കിട്ടി, മോളിത് കുടിക്കേ. അയ്യോ, എന്തിനാ ഗോപാലൻ മാമ എനിക്ക് വേണ്ടി ഇത്രയും കഷ്ടപ്പെട്ടത്? ഇതൊന്നും ആവശ്യമില്ലായിരുന്നു. മോളൊന്നും പറയണ്ട. ഇത്രയൊക്കെ വിഷമിച്ച് മനസ്സ് തളർന്ന് ഇവിടെ ഇരിക്കുമല്ലേ. ഇത്രയും നേരമായിട്ടും ഒരു തുള്ളി വെള്ളം പോലും മോള് കുടിച്ചിട്ടില്ലല്ലോ. അതുകൊണ്ട് ഒന്നും മിണ്ടാതെ ഇതങ്ങ് മേടിച്ച് കുടിച്ചേ. അങ്ങനെ കൃഷ്ണ അത് കുടിച്ചുകൊണ്ടിരിക്കുവാണ്. ഈ സമയം ഗോപാലൻ പറയുന്നുണ്ട്, സത്യം പറഞ്ഞാൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്താണ് കൃഷ്ണമോളും തങ്കവും എൻ്റെ ജീവിതത്തിലേക്ക് വന്നത്. മോൾ അടുത്തറിഞ്ഞപ്പോൾ മുതൽ ഞാൻ സുനന്ദയോട് എപ്പോഴും പറയും, നമ്മുടെ മോത്ത് മോളെ കൃഷ്ണമോളെന്ന്.
എനിക്ക് നല്ലൊരു ജീവിത സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ ഞാനൊരു രാജകുമാരിയെ പോലെ എൻ്റെ മോളെ നോക്കിയാനെ. പക്ഷെ എന്ത് ചെയ്യാം, ഭഗവാൻ ഈ ഗോപാലനെ ഒരു ദരിദ്രനായല്ലേ പടച്ചു വിട്ടത്. ലോട്ടറി കച്ചവടമുള്ളോ എൻ്റെ ജോലി. ഏതെങ്കിലും ഒരു ദിവസം ഒരു വലിയ തുക എനിക്ക് അടിക്കുമായിരിക്കും. അന്ന് അങ്ങനെ കുറേ പൈസ കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ മോളെ ഞാൻ ഒരു രാജകുമാരിയെ പോലെ നോക്കും. നവീനേക്കാൾ വലിയൊരു പണക്കാരനായ ഒരു കുടുംബത്തിലേക്ക് മോളെ ഞാൻ കല്യാണം കഴിച്ചയക്കും. അതോടെ മോളുടെ എല്ലാ വിഷമങ്ങളും തീരും. അന്നേരം കൃഷ്ണ പറയണേ, ഗോപാലമ്മ ഇങ്ങനെയൊന്നും ഒരിക്കലും പറയരുത്. നവീനല്ലാതെ മറ്റൊരു പുരുഷനെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് സങ്കല്പിക്കാൻ പോലും പറ്റില്ല. എൻ്റെ കൂട്ടുകാരികൾ ചെറുതായിരിക്കുമ്പോൾ ചോദിച്ചിട്ടുണ്ട്, നിനക്കിതുവരെ ആരോട് പ്രണയമൊന്നും തോന്നിയിട്ടില്ലെന്ന്, ആരെയും നിനക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലെന്ന്. അന്നൊന്നും ഞാൻ ഇല്ല എന്നുള്ളൊരു ഉത്തരം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ ഇപ്പോൾ എനിക്കൊരാളെ ഇഷ്ടം, നവീനെ. ഞാൻ എൻ്റെ ജീവനെ പോലെ സ്നേഹിക്കുന്നുണ്ട്. ആദ്യമായിട്ടും അവസാനമായിട്ടും എനിക്കിഷ്ടം തോന്നിയ ഒരാളാണ് നവീൻ. അതെൻ്റെ മരണം വരെ അങ്ങനെ തന്നെ ആയിരിക്കുകയും ചെയ്യും. നവീനല്ലാതെ മറ്റൊരു പുരുഷൻ ഇനി എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല. അതുകൊണ്ട് ഗോപാലമ്മ ഈ രീതിയിലുള്ള സംസാരങ്ങളൊന്നും ഒരിക്കലും എൻ്റെ അമ്മയുടെ മുമ്പിൽ വെച്ച് പറയരുത്. അമ്മയ്ക്ക് ഇതെല്ലാം കേട്ട ഒരു പ്രതീക്ഷ തോന്നും. അങ്ങനെ അമ്മ ഓരോന്നിനോട് പറയും. അതിനൊക്കെ എനിക്ക് അമ്മയെ മറുത്ത് അമ്മയോട് ദേഷ്യപ്പെട്ട് കാര്യം സംസാരിക്കേണ്ടി വരും. അങ്ങനെയുള്ളൊരു സാഹചര്യം ഉണ്ടാകരുത്. അങ്ങനെ പറഞ്ഞ് സങ്കടപ്പെട്ട് നിൽക്കുന്ന കൃഷ്ണയെ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് തീരുന്നത്. അപ്പോൾ ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.